ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സർ, എന്താ ഇങ്ങനെ തലതോർത്തിക്കൊണ്ട് നിൽക്കുന്നത്? അത് ചെവിക്കുള്ളിൽ വെള്ളം പോയി ചന്ദ്രിക. അയ്യോ സർ, ഇപ്പോഴും കുളിക്കാൻ പോലും അറിയില്ലേ? ചന്ദ്രിക കളിയാക്കിയപ്പോൾ സിദ്ധുവും വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ ചെവിക്കകത്ത് വെള്ളം പോകാൻ കാരണം തന്നെ നീയാണ് ചന്ദ്രിക. ഞാൻ എൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ആ ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെ ബെഡിൽ കിടന്നിട്ട് ഇഞ്ചി എടുപ്പഴകി എന്നൊക്കെ കനവും കണ്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് വന്നിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എൻ്റെ തലയിൽ കൂടെ കമഴ്ത്തി താരാ. എന്ത് നന്നായിട്ട് സ്വപ്നം കണ്ടായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. അത് നിനക്ക് തീരെ പിടിച്ചില്ല, അതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തത്. അയ്യോ, വന്ന് വന്ന് ഒരു മനുഷ്യൻ്റെ സ്വപ്നത്തിൽ കൂടി ഡുവറ്റ് പാടാൻ പറ്റാത്ത അവസ്ഥയായി. അത് കേട്ട് ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഡുവറ്റ് പാടാൻ നിന്നാ അങ്ങനെ തന്നെ ഉണ്ടാവുക. ചന്ദ്രിക, വന്ന് വന്ന് നീ വല്ലാത്തൊരു റൗഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? റൗഡിയോ? ചന്ദ്രിക പൊട്ടിച്ചിരിക്കുകയാണ്. അവൾക്ക് കൂടെ സിദ്ധാർത്ഥും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം സിദ്ധു പറയുന്നുണ്ട്, ഇപ്പോഴാണ് മനസ്സിന് നല്ലൊരു സമാധാനമായത് ചന്ദ്രിക. എന്തോ എങ്ങനെയായാലും ആരതിയുടെ കല്യാണം നീ നല്ല രീതിയിലാണ് നടത്തിയത്. അതുകൊണ്ട് ഇപ്പോഴാണ് അമ്മയ്ക്കും കുറച്ച് സമാധാനമായത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് അമ്മയുടെ മുഖത്ത് സന്തോഷം കാണുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയും പുഞ്ചിരിക്കുകയാണ്. അത്രയും എതിർപ്പുകളെ മറികടന്ന് ആരതിയുടെ കല്യാണം നീ നടത്തിക്കൊടുത്തതുപോലെ നമ്മുടെ കല്യാണവും നീ നടത്തണം. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, അമ്മായി മുഴുവൻ മനസ്സോടെ എന്നെ മരുമകളായി സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കില്ല. എന്താ ചന്ദ്രിക ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ സർ, ജാനകി അമ്മായിയുടെ ഇഷ്ടത്തോടെ അല്ലാതെ നമ്മുടെ കല്യാണം നടക്കാൻ പാടില്ല. നടക്കരുത്, നടക്കാനും പാടില്ല. ചന്ദ്രികയുടെ മുഖത്ത് ഒരു നിരാശയുണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും ജാനകിക്ക് തന്നോടുള്ള എതിർപ്പ് മാറിയിട്ടില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥും സങ്കടത്തോടെ പറയാണ്, അത് ശരിയാ തന്നെയാണ്. പക്ഷേ ഇനിയും എത്ര കാലം അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും? നോക്ക്, ഇപ്പം തന്നെ ഈ ഭാഗത്തേക്ക് നോക്ക്. ഈ ഭാഗത്ത് വെള്ളമുടിയൊക്കെ വരാൻ തുടങ്ങി. സിദ്ധാർത്ഥ് തലമുടിയുടെ ഒരു ഭാഗം ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ച് സമ്മതം വാങ്ങിക്ക് ചന്ദ്രിക. അപ്പോൾ ചന്ദ്രിക അവനോട് പറയാണ്, ഞാൻ പോയി നമ്മുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് ജാനകി അമ്മായിയോട് ഒരിക്കലും സമ്മതം വാങ്ങിക്കില്ല. അമ്മായി ഇങ്ങോട്ട് വന്ന് സിദ്ധുവിനെ നീ കല്യാണം കഴിച്ചോ എന്ന് പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അതിനിടയിൽ സാറിൻ്റെ മുടി നരച്ചാലും കുഴപ്പമില്ല, സാറിൻ്റെ പല്ലൊക്കെ കൊഴിഞ്ഞ് സാറ് വയസ്സനായാലും എനിക്കതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് യാതൊരു ടെൻഷനുമില്ല. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 60 വയസ്സിലായിരിക്കും കല്യാണം എന്നാണ് നീ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പറ, അതല്ലേ നീ ഉദ്ദേശിച്ചത്? ആ, അതിനും സാധ്യത കാണുന്നുണ്ട്. ചന്ദ്രിക പറഞ്ഞത് കേട്ടത് സിദ്ധാർത്ഥിന് ആകെ ടെൻഷൻ ആവുകയാണ്. എൻ്റെ ദൈവമേ! സിദ്ധു പൊട്ടിച്ചിരിക്കുകയാണ്. ശരി ശരി, എന്നാ കോഫി കുടിക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രിക അവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി സിദ്ധുവിന് കൊടുക്കുന്നുണ്ട്. സിദ്ധു അത് വാങ്ങിക്കാതെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അയ്യോ സർ, ഇത് വാങ്ങിക്കേ, എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോഴാണ് സിദ്ധാർത്ഥ് അത് വാങ്ങിക്കുന്നത്. എന്നിട്ടും അവൻ പ്രണയത്തോടെ ചന്ദ്രികയെ നോക്കി നിൽക്കുവാണ്. ചന്ദ്രിക അവിടെ നിന്ന് പോകുന്നുണ്ട്. മേഘ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മനോഹരന് വിളമ്പിക്കൊടുത്തിരിക്കുകയാണ്. മനോഹരനാണ് വിശപ്പിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ എന്തൊരു വിശപ്പാണ് മനുഷ്യന്മാർക്ക്. എന്നിട്ട് അയാൾ ആർത്തിയോട് കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അയാൾ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് മേഘ, ഓരോന്ന് വിളമ്പിക്കൊടുത്തുകൊണ്ട്. അപ്പോൾ ഫോണ് റിങ് ചെയ്യാണ്. അയ്യോ, ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഇതാരാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മനോഹരൻ ഫോൺ എടുക്കുന്നത്. ഹലോ, പറ സർ, ഞാൻ കുമാരനെല്ലൂർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. പറയൂ. നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കാണ് 10,000 രൂപ കിട്ടിയിട്ടുള്ളത്. എന്ത്? എൻ്റെ നമ്പറിലേക്ക് 10,000 രൂപ അടിച്ചെന്നോ? സർ, നിങ്ങളുടെ നമ്പറിലേക്കാണ് 10,000 രൂപ കിട്ടിയിട്ടുള്ളത്. മനോഹരൻ അതിശയം അടക്കാനാവാതെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, നറുക്കെടുപ്പിലൂടെ നിങ്ങളുടെ നമ്പറിനാണ് ആ ഒരു സമ്മാനം കിട്ടിയിട്ടുള്ളത്. 10,000 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അവിടുത്തെ അഡ്രസ്സ് അയച്ചു തരാം, വാങ്ങിക്കാൻ വേണ്ടി വന്നാൽ മതി. ശരി ശരി. മനോഹരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നിട്ട് ഈ ഒരു സമ്മാനം വാങ്ങിക്കണം സർ. ഇതാ ഞാൻ ഇപ്പം തന്നെ വന്നോളാം. മനോഹരൻ ചാടിത്തുള്ളി പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മേഘ ഇങ്ങനെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. മേഘ, നീ കേട്ടോ, നിന്റെ മാമന് 10,000 രൂപയുടെ സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. അതിപ്പോൾ മേഘയ്ക്കും വല്ലാത്ത സന്തോഷമാവുകയാണ്.
ഒരു രൂപ പോലും കയ്യിലില്ലാത്ത സമയത്ത് ദൈവം തന്നെ വാതിലിൽ മുട്ടിയിട്ട് പണം കൊണ്ടുവന്ന് തരികയാണ്. മനോഹരൻ അതിയായ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. അതേ അവസ്ഥയിൽ തന്നെയാണ് മേഘയുള്ളത്. കാരണം കറണ്ട് ബില്ലടക്കാനുള്ള പണം പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വാ, ഭക്ഷണം കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോയിട്ട് പണം വാങ്ങിയിട്ട് വരാം. ആ, പോവാം മാമ. മേഘ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുവാണ്, ഇന്നെന്തോ നല്ലൊരു മുഖം കണി കണ്ടു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭാഗ്യം ഇന്ന് തന്നെ തേടി വന്നത്. അയാൾ വളരെയധികം ഫാസ്റ്റായിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് മേഘ പറയുന്നുണ്ട്, മാമ കുറച്ച് മെല്ലെ ഭക്ഷണം കഴിക്കൂ. മേഘ, 10,000 രൂപയാണ് മേഘ. എത്രയും പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കണ്ടേ? മേഘ അത് സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അയാൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതി കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നുവാണ്. അത്രയും ഫാസ്റ്റായിട്ടാണ് മനോഹരൻ ഭക്ഷണം കഴിക്കുന്നത്. എത്ര ചിലവുള്ളതാ നമുക്ക്. ആ, അത് ശരിയാണ്. എന്നിട്ട് അയാൾ വേഗം തന്നെ ഭക്ഷണം കഴിച്ച് പാത്രം താഴെ വെക്കുകയാണ്. മാമ കുറച്ചുകൂടി ഭക്ഷണം. മതി 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 മതി. വേഗം വെള്ളം കുടിച്ച് കൈ കഴുകിയിട്ട് മേഘയോട് പറയുന്നുണ്ട്, മേഘ വാ, ആദ്യം പോയിട്ട് നമുക്ക് പണം വാങ്ങിയിട്ട് വരാം. മനോഹരൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ മേഘ പോയപ്പോഴേക്കും മനോഹരൻ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, വാ വേഗം പോയിട്ട് പണം വാങ്ങിയിട്ട് വരാം. എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് രണ്ടുപേരും ഓടുവാണ്. അതേസമയം ചന്ദ്രികയുടെ വീട്ടിൽ അവൾ ജാനകിക്ക് വേണ്ടിയിട്ട് കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക്. ചന്ദ്രിക, അവർ സ്നേഹത്തോട് വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സ്നേഹത്തോട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജാനകിയുടെ മുഖത്തൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ചന്ദ്രികയോടുള്ളൊരു മനോഭാവം അല്ലായിരുന്നു ഇപ്രാവശ്യം ജാനകിയുടെ മുഖത്തുള്ളത്. പക്ഷെ അതൊന്നും ചന്ദ്രിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പറയുന്നുണ്ട്, സോറി അമ്മായി, കുറച്ച് നേരം വൈകിപ്പോയി. ഇന്നാ കോഫി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ജാനകി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചന്ദ്രിക അപ്പോഴാണത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ജാനകി അവളോടുള്ള സ്നേഹത്തോടെ പറയുകയാണ്, നിന്റെ അടുത്ത് നിന്നും ഞാൻ ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിരിക്കുകയാണ് ചന്ദ്രിക. സത്യമായിട്ടും നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നുന്നു. എൻ്റെ ഏട്ടനും ഏട്ടത്തിയും അവരുടെ ആ ഒരു നല്ല മനസ്സിനനുസരിച്ചൊരു മകളെ തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ചന്ദ്രിക മറുത്തൊന്നും പറയാതെ ജാനകി പറയുന്നത് കേട്ട് നിൽക്കുവാണ്. എന്തോ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ആരതി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ ആത്മാർത്ഥതയോടെ നിന്നിട്ട് ഈ കല്യാണം നടത്തി കൊടുത്തു. നിന്റെ ആത്മാർത്ഥതയും ധൈര്യവും കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത അമ്പരപ്പാണ് തോന്നിയത്. നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ ഒരു ഉപകാരം ഞാൻ മരണം വരെ മറക്കില്ല ചന്ദ്രിക. ഒരുപാട് നന്ദിയുണ്ട് ചന്ദ്രിക. എന്താ അമ്മായി അന്യായ ഒരാളെപ്പോലെ എന്നോട് നന്ദിയൊക്കെ പറയുന്നത്? ചന്ദ്രിക, വാസുദേവൻ്റെ സംസാരം കേട്ട് ഞാൻ നിന്നെ വല്ലാതെ അപമാനിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിൽ വെക്കാതെ നീ എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഏട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട് ലേലത്തിൽ പോകുമോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ ഈ വീട് തിരിച്ചു പിടിക്കുകയും ഈ കുടുംബത്തിൻ്റെ മാനം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇന്നെൻ്റെ ഏട്ടനും ഏട്ടത്തിയും അച്ഛനും ഞാൻ ഉൾപ്പെടെ എല്ലാവരും സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ് ചന്ദ്രിക. ജാനകി തന്നെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ജാനകിയും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങളെല്ലാവരും വീണ്ടും ഇതുപോലെ ഒന്നിച്ചുണ്ടാവില്ലായിരുന്നു. എന്നിട്ടും ചന്ദ്രിക ജാനകിയെ സമാധാനിപ്പിക്കുകയാണ്. എന്താ അമ്മായി നിങ്ങൾ ഇങ്ങനെ, ഇതിനൊക്കെ ഇങ്ങനെ കണ്ണ് കരഞ്ഞ് സംസാരിക്കണോ? അമ്മായി മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് ജാനകി പോകുന്നത്. പക്ഷേ ചന്ദ്രിക വല്ലാത്ത അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് അത് നോക്കി നിൽക്കുന്നത്. കാരണം സിദ്ധു പറഞ്ഞതുപോലെ സിദ്ധുവിൻ്റെ അമ്മ ചന്ദ്രികയെ അംഗീകരിച്ചിരിക്കുകയാണ്. അതേസമയം മനോഹരനും മേഘയും കൂടി പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഓട്ടോയിലാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് മനോഹരൻ അയാളോട് പറയുന്നുണ്ട്, 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി, നിങ്ങൾ കുറച്ച് മാറി നിന്നോളൂ. അങ്ങനെ അവർ രണ്ടുപേരും പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴും മേഘയ്ക്ക് ചെറുതായിട്ടൊരു സംശയമുണ്ട്. അമ്മാവാ, നിങ്ങൾ പറഞ്ഞ അഡ്രസ്സ് ഇത് തന്നെയാണോ? അതേ മേഘ, ഇവിടെ വെച്ച് പണം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും സംശയത്തോടെ നിൽക്കുമ്പോഴാണ് രാജേന്ദ്രൻ്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. കാറ് തുറന്ന് അയാളും കുറച്ച് ഗുണ്ടകളും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ മേഘ സംശയത്തോടെ മനോഹരനോട് പറയുന്നുണ്ട്, എന്താ മാമ ഇയാൾ വന്നിരിക്കുന്നത്? അതാ മേഘ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനോഹരൻ തലചൊറിഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് മനോഹരൻ തന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരുപക്ഷേ ഇവർക്കും സമ്മാനം കിട്ടിയിരിക്കും. മേഘ, ഇവരുടെ കണ്ണിൽ പെടാതെ നമുക്ക് നൈസായിട്ട് സൈഡിൽ കൂടെ പോയി പണവും വാങ്ങി വരാം. വാ മേഘ, മനോഹരൻ ശബ്ദം താഴ്ത്തി വിളിക്കുകയാണ്. പക്ഷെ മേഘ ഭയത്തോടെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ അയാളാണെങ്കിൽ ഇവരെ തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം രാജേന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ കടയിൽ നിന്നും കൂപ്പണിന് കിട്ടിയ സമ്മാനമായ 10,000 രൂപ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ?
അയാൾ പറഞ്ഞത് കേട്ടതും മനോഹരൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേഘയും. ഇയാൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം എന്നൊരു ഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമ്മാനം കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ആരാ സമ്മാനം തരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ രണ്ടുപേരെയും ഇതുപോലെ ഒന്നിച്ച് കൺമുന്നിൽ കിട്ടാൻ വേണ്ടിയാണ് ഫോണിൽ അതുപോലൊരു കള്ളം പറഞ്ഞത്. അത് കേട്ട സമയത്ത് മനോഹരൻ ആകെ ഞെട്ടി, അതുപോലെ മേഘയും. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പറഞ്ഞേ ഫോണിൽ കൂടെ എന്തായിരുന്നു പറഞ്ഞേ, നീ വലിയ ഗുണ്ടയാണെന്നോ? അത് കേട്ടതും മനോഹരൻ തലതാഴ്ത്തി നിൽക്കുകയാണ്. മേഘയും ഭയത്തോടെയാണ് നിൽക്കുന്നത്. കാരണം മനോഹരൻ അങ്ങനെ സംസാരിച്ചപ്പോഴേ മേഘ പറഞ്ഞതാണ് പണി കിട്ടുന്നുള്ളത്. അപ്പോൾ രാജേന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാൻ പറ്റില്ലെന്നോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം എങ്ങനെയാ വാങ്ങിക്കുന്നതെന്ന് നോക്കിക്കോ. മേഘ ഭയത്തോടെ നിന്നപ്പോഴേക്കും മനോഹരൻ പറയുന്നുണ്ട്, സർ 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 അറിയാതെ പറ്റിപ്പോയതാണ് സാർ. ഡാ ഗുണ്ടകളെ വിളിക്കുകയാണ് അയാൾ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെ വണ്ടിയിലിട്ട് കൊണ്ടുപോയി നന്നായിട്ട് 4 പെരുപെരുക്ക്. ആ സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്നും പണം എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് ഇവന് മനസ്സിലാവും. അയ്യോ വേണ്ട സർ എന്നൊക്കെ മനോഹരൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അയാളുടെ ഗുണ്ടകൾ വന്നിട്ട് മനോഹരനെ പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ്. മേഘയും പിന്നീന്ന് വിളിക്കുന്നുണ്ട്, മാമനെ കൊണ്ടുപോകരുതേന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും അവർ കേൾക്കുന്നില്ല. അവർ വണ്ടിയിൽ കൊണ്ടിട്ടിട്ട് മനോഹരന് 4 പൂശുവാണ്. മനോഹരൻ മാക്സിമം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഗുണ്ടകളുടെ പിടിയിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. മേഘയോട് അയാൾ വിളിച്ചു പറയുന്നുണ്ട്, മേഘ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നൊക്കെ. മേഘയാണെങ്കിൽ അയാളോട് പറയാണ്, സർ 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 മാമനെ വിടാൻ പറ സർ. എന്തിനാ സർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സർ, മാമനെ വിടാൻ പറ സർ, അവർ പാവാണ് സർ. അവർ മനോഹരനെ പൊതിരെ തല്ലുവാണ്. സർ 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 അവരെ വിട്ടേക്ക് സർ, നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത് സർ, അതിനെനിക്ക് കുറച്ച് സമയം അനുവദിക്ക് സർ. നിങ്ങളുടെ പണം ഞാൻ തരാം സർ. എത്ര കാലം ക്ഷമയോടെ ഞാൻ കാത്തു നിന്നു, ഇനിയും കാത്തു നിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ നിമിഷം എൻ്റെ പണം തരണം. അയ്യോ എന്താ സർ പറയുന്നത്, ഇത്രയധികം പണത്തിന് ഞാനിപ്പോൾ എവിടെ പോവാനാ? എങ്കിൽ പിന്നെ ഗുണ്ടകളോടായിട്ട് അയാൾ പറയാണ്, അയാളുടെ കഥ കഴിച്ചേക്കാ വണ്ടിയിലിട്ടിട്ട്. അപ്പോൾ തല്ലുകൊണ്ട് മനോഹർ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. മേഘ രക്ഷിക്ക് ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. മേഘ എത്ര തന്നെ പറഞ്ഞിട്ട് രാജേന്ദ്രനാണെങ്കിൽ കേൾക്കുന്നുമില്ല. സർ 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 അവരോട് തല്ലല്ലാന്ന് പറ സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സർ. അദ്ദേഹത്തെ വിട് സർ, പാവാണ് സർ അദ്ദേഹം. അവനെ വിടണമെങ്കിൽ എൻ്റെ പണം ഇപ്പം തന്നെ തന്ന് തീർക്കാൻ നോക്ക്. മേഘ ഒരുപാട് ആലോചിച്ച് നോക്കുവാണ് ആരെ കയ്യിൽ നിന്നും ഇത്രയധികം പണം കിട്ടുമെന്നുള്ളത്. പക്ഷെ ആ സമയത്തൊക്കെ മനോഹരൻ നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മേഘ പറയാണ്, സർ ആദ്യം അദ്ദേഹത്തെ അടിക്കുന്നതൊന്ന് നിർത്താൻ പറ സർ. നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൂട്ടിയിട്ട് പോ. ശരി എങ്കിൽ നീയും കൂടെ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞിട്ട് രാജേന്ദ്ര മേഘയും കൂടി കൂട്ടിയിട്ട് ആ വണ്ടിയിലേക്ക് പോവുകയാണ്. മേഘ വരുന്നത് കണ്ടപ്പോൾ മനോഹരൻ ശബ്ദം ഉയർത്തി വിളിക്കുകയാണ്, വാ 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 മേഘ, വാ മേഘ, വാ മേഘ. അപ്പോഴേക്കും അയാൾ തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേന്ദ്ര ഗുണ്ടകളോട് പറയാണ്, ഡേയ് അടിച്ചത് മതിയടാ. അപ്പോഴാണ് അടി നിർത്തിയിട്ട് അവർ ഗുണ്ടകൾ ബാക്കിൽ പോയി കയറുന്നത്. മനോഹരൻ്റെ അടുത്തായിട്ട് മേഘയെ ഇരിക്കുകയാണ്. രാജേന്ദ്രൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടിയിൽ എടുക്കുന്ന സമയത്ത് മനോഹരൻ തിരിഞ്ഞ് ഗുണ്ടകളോട് പറയാണ്, ഇങ്ങനെ അടിച്ചെന്നെ പരുവാക്കിയല്ലോടാ. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, പണം കൊടുക്കേണ്ട നിന്നെ മാറ്റിയിട്ട് എന്നെ അടിച്ചിട്ട് അവർ ഇഞ്ചപ്പരുവാക്കി മേഘ. എവിടെയോ ഗുണ്ടയായിട്ട് ജീവിച്ച ഞാനാണ് ഇപ്പം നിൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ അവസ്ഥ ഇതുപോലെയായി. എടാ ദുഷ്ടന്മാരെ എന്നെ കൊന്നു കളഞ്ഞില്ലേടാ എന്നൊക്കെ ഗുണ്ടകളോട് തിരിഞ്ഞ് പറയുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും മനോഹരൻ ഇങ്ങനെ പിച്ചും പേയും പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് വേദനിക്കുന്നിടത്തൊക്കെ തടവി മേഘ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവർ നേരെ വന്നു നിന്നത് മേഘയുടെ അച്ഛൻ ശരവണൻ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിന് മുന്നിലാണ്. അവിടെ വണ്ടി നിർത്തിയപ്പോൾ മനോഹരൻ ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, ഏയ് മേഘ, ഇതെന്തിനാ നിൻ്റെ അച്ഛൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? നമ്മൾ അടി വാങ്ങിക്കുന്നത് പോരെ, ഇനി അയാളെ കൂടി അടി വാങ്ങിപ്പിക്കാനാണോ? മാമ മിണ്ടാതെ നിൽക്കും മാമ, ഈ ഫ്ലാറ്റ് ഞാനാണ് അച്ഛന് വേണ്ടി വാങ്ങിക്കൊടുത്തത്. ഇപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് രാജേന്ദ്രൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ്. അത് കേട്ടതും മനോഹരൻ വാ തുറന്ന് നിൽക്കുകയാണ്. എന്ത്? അത് കേട്ട സമയത്ത് രാജേന്ദ്ര ആകെ മൊത്തമായിട്ട് ആ ഫ്ലാറ്റ് ഒന്ന് നോക്കുവാണ്. അപ്പോൾ മേഘ അയാളോട് പറയുന്നുണ്ട്, സർ ഞാൻ നിങ്ങൾക്ക് തരേണ്ട 40 ലക്ഷത്തിന് പകരമായി എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഈ ഫ്ലാറ്റ് ഞാൻ നിങ്ങൾക്ക് എഴുതി വെച്ച് തരാം. മനോഹരൻ ചോദിക്കുകയാണ്, അല്ല മേഘ, നിൻ്റെ അച്ഛൻ്റെ ഫ്ലാറ്റ് ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ അച്ഛനും അനിയത്തിയൊക്കെ എങ്ങോട്ടേക്കാണ് പോവുക? എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. എന്ത്? എവിടെയെങ്കിലും പോയി ജീവിച്ചോളുന്നോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നിട്ട് മനോഹരൻ പിറുപിറുക്കാണ്. ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛനും അമ്മമാരൊക്കെ ഇതിനേക്കാളും അനുഭവിക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ? അയ്യോ. അത് കേട്ടിട്ട് മേഘ പറയുന്നുണ്ട്, മാമ ഒന്ന് സംസാരിക്കാതെ വരാൻ നോക്ക്. ഇതാ വരാം. അങ്ങനെ അവരെല്ലാവരും നേരെ ആ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ശരവണൻ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ശരവണൻ വന്ന് വാതിൽ തുറക്കുന്നത്. മേഘയും കൂടെ ഒരുപാട് ആൾക്കാരെയും കണ്ട സമയത്ത് അയാൾ പറയുന്നുണ്ട്, മേഘ ഇതെന്താ?
ഇവരൊക്കെ ആരാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അകത്തേക്ക് കയറി വന്നിട്ട് സംസാരിച്ചാൽ പോരെ അച്ഛാ. ശരവണൻ അവരെ എല്ലാവരെയും അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് എത്തിയ സമയത്ത് ശരവണൻ്റെ മകനും മകളും, അതായത് മേഘയുടെ അനിയനും അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശരവണൻ ചോദിക്കുകയാണ്, മേഘ ഇവരൊക്കെ ആരാണ് മോളെ? അത് പിന്നെ അച്ഛാ, ഞാൻ ഇദ്ദേഹത്തിന് 40 ലക്ഷം രൂപ കടം കൊടുത്തു തീർക്കാനുണ്ട്. ആ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്രയധികം പണമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഫ്ലാറ്റ് ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പോവുകയാണ്. മേഘ വിക്കി പറയാണ്. അത് കേട്ടതും ശരവണൻ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മേഘ മോളെ, നീ എന്താ പറയുന്നത്? ഈ വീട് ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തുന്നോ? അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങോട്ടാ മോളെ പോകുക? അപ്പോൾ മനോഹരൻ പറയാണ്, നടുത്തെരുവിൽ അളിയാ. അപ്പോൾ രാജേന്ദ്ര പറയുന്നുണ്ട്, നടുത്തെരുവിൽ എന്തിനാ പോകുന്നത്? ഒരുപാട് ക്ഷേത്രവും സത്രങ്ങളും ഒക്കെ ഇല്ലേ, എവിടെയെങ്കിലും പോയി താമസിച്ചൂടെ? അപ്പോൾ ശരവണൻ ചോദിക്കുകയാണ്, എന്താ മേഘ മോളെ ഇത്? പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? സോറി അച്ഛാ, എനിക്കിതല്ലാതെ മറ്റു മാർഗമില്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ദയവ് ചെയ്ത് ഈ വീട് കാലിയാക്കി ഇദ്ദേഹത്തിന് കൊടുത്തേക്ക്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ചേച്ചി എന്താ ചേച്ചി ഇത്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ വീടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി തന്നൂടായിരുന്നോ? സോറി പൂജ, ഞാനിപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ എനിക്ക് ആരെയും സഹായിക്കാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഞാൻ പഴയ മേഘയുടെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഇതിനേക്കാളും കൂടുതൽ ചെയ്യും, തീർച്ചയായിട്ടും. അപ്പോൾ മനോഹരം പെറുപെറുത്തുകൊണ്ട് പറയാണ്, അതെ, ഇതിനേക്കാളും വലിയ കുഴിയിൽ നിങ്ങളെല്ലാവരെയും കൊണ്ട് ചെന്ന് ചാടിക്കും. അത് മേഘ കേട്ടിട്ടുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ മാമനെ നോക്കുവാണ്. അപ്പോൾ രാജേന്ദർ മേഘയുടെ അച്ഛനോടും സഹോദരങ്ങളോടായിട്ട് പറയുന്നുണ്ട്, ആദ്യം നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. പെട്ടെന്ന് അയാൾ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മേഘയും ശരവണനും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.